ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞടി. ഞാൻ വിചാരിച്ചതല്ല ജിൻഡോ ഇങ്ങനെ ചെയ്ത് പുറത്താകുമെന്ന്. ഷോൺ സെഗൈൻ ബാക്ക് ടു സുഖമെന്ന് വിചാരിക്കുന്നു. ജിൻഡോന്റെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഞാൻ പറയേണ്ട ഒരു കാര്യം, അത് കേട്ടാൽ മാത്രമേ എനിക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ ദയവേത് ഇത് എന്താ സംഭവം വ്യക്തമായിട്ട് കേട്ടിട്ട് മാത്രം പോവുക. അപ്പൊ കാര്യത്തിലോട്ട് കിടക്കാം. ഇത് രാവിലെ തന്നെ ബിഗ് ബോസ് കൊടുത്ത ഒരു മോർണിംഗ് ടാസ്ക് ഒരു വെടിക്കെട്ട് ചില്ലായിട്ട് തന്നെ പറയാം. അതായത് രാവിലെ തന്നെ നോറക്കിട്ടുള്ള പണി തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. ബിഗ് ബോസ് അംഗങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പറയുക എന്നതാണ് ടാസ്ക്. അപ്പൊ ഇത് അഡ്വാൻറ്റേജ് എടുത്തിട്ടുള്ള നമ്മുടെ ബിഗ് ബോസ് അംഗങ്ങൾ എല്ലാവരും പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ പൊട്ടണ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്തിട്ട് നമ്മുടെ നോറയെ, നമുക്ക് അറിയാലോ നോറയ്ക്ക് ചെറിയ എന്തെങ്കിലും കാര്യം കിട്ടിയാൽ മതി, അത് വെച്ച് അങ്ങ് പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ രീതിയിൽ ഇത്രയും ചെറിയ കാര്യം കിട്ടിയപ്പോ തന്നെ മിണ്ടാണ്ടിരുന്നില്ല, നല്ല രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അൻസിബ പറഞ്ഞത് ഇങ്ങനെയാണ്, അൻസിബയുടെ അച്ഛൻ ചീത്തതാണ്, അമ്മ ഇങ്ങനെയായിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ടില്ല ഫാമിലി ഇഷ്യൂസിലൊക്കെ എന്നൊക്കെ പറഞ്ഞ് കുടുംബക്കാരെ മോശമാക്കിയിട്ട് വിക്ടിം കാർഡ് കളിച്ചിട്ടല്ലേ വോട്ട് നേടിക്കൊണ്ടിരിക്കുന്ന നോറ എന്ന് പറഞ്ഞപ്പോൾ നോറ ടാസ്ക് എന്നൊക്കെ കാര്യമൊക്കെ മറന്നിട്ട് ഇല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഓപ്പോസിറ്റ് കാര്യം പറയാനാണ് പറഞ്ഞത്. അത് നേരെ കറക്റ്റ് ആൻസർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭയങ്കര അടി നടക്കുകയാണ്. ഇത് കേട്ട് കുറെ നേരം നമുക്ക് വെറുപ്പിക്കും കേട്ടോ. ജിൻഡോ അതിനോട് ഓടി വന്നത് നോറ ടാസ്ക് കളിക്കും. ജിൻഡോ വന്ന സ്പീഡിന്റെ എന്റെ മക്കളെ ഞാനിച്ച് പോയിട്ട് പൊട്ടിക്കുന്ന അമ്മാതിരി രീതിയിലാണ് ഓടി വന്നത്. ഞാൻ സത്യം പറഞ്ഞ് പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ജിൻഡോ അടുത്തെത്തി ലിമിറ്റോടെ കൈ മാത്രം ഇങ്ങനെ ആട്ടിക്കൊണ്ട് നോറ ടാസ്ക് കളിക്കുന്നത് ഭയങ്കര ഒരു ഷോ ചെയ്ത പോലെയാണ് എനിക്കും തോന്നിയത്. അതേ സമയത്ത് അത്ര പറഞ്ഞു, ജിൻഡോ ചേട്ടാ ഇത്ര ഷോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് നോറയുടെ ലൈഫ് നോറയുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ജിൻഡോനെ അടിച്ചമർത്താൻ നോക്കിയപ്പോൾ ജിൻഡോ വിട്ടുകൊടുക്കാണ്ട് ജിൻഡോ വെച്ച് കയറി പൊളിച്ചെടുക്കുന്ന കാര്യമാണ് കണ്ടത്. അപ്പോൾ ജസ്റ്റ് മിസ്സാണ്. പക്ഷെ നമ്മുടെ ജിൻഡോന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടേ ഇല്ല കേട്ടോ. ഫുൾ ടൈം തന്റെ കയ്യിലാണ് ഇമോഷൻസ് ഒക്കെ വെച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിൻഡോ രക്ഷപ്പെട്ടു എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അതേ കണക്കിന് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, പുറത്തുപോയി, മറ്റേതാണ് മറിച്ചാണ്, അങ്ങനെയൊന്നും ഇല്ല. അടുത്ത് വരെ എത്തിയിട്ടേ ഉള്ളൂ, അടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ദയവായിട്ട് ഓർക്കുക. അത് മാത്രമല്ലാതെ വേറൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ, നോറ ഇതിനെ തുടർന്ന് തന്നെ ടാസ്ക് കഴിഞ്ഞിട്ടും നല്ല രീതിയിൽ ഇതിനെ തുടർന്ന് ഫൈറ്റ് ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷിജുവും അതിൽ ഇടപെടുന്നുണ്ട്, നന്ദൻ ഇടപെടുന്നുണ്ട്, കുറെ പേര് ഇടപെട്ട് 28ാം ദിവസമൊക്കെ ആയാലോ, ഇനി കുറച്ച് അടിയൊക്കെ ഉണ്ടായി ഗുമ്മൊക്കെ അടിച്ച് നമുക്ക് വോട്ടിംഗ് ഒക്കെ ആയിരുന്നേ എന്ന് പറഞ്ഞ് നടക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇത് രാവിലെ തന്നെ ആവശ്യമില്ലാതെ അടി ഉണ്ടായി കാണാൻ സാധിച്ചു. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് സംസാരിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഒരുപാട് ചെയ്തല്ലേ, അപ്പൊ എനിക്കൊരു ലൈക്കിങ് അടിച്ചുകൂടെ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ പോകുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 100 അപ്പൊ എല്ലാവരും അതിന് മുകളിൽ അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കണേ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് രേഖപ്പെടുത്തുക.